എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം, നമ്മളെ തകർക്കുവാനായിട്ട് പിശാച് എന്താ ചെയ്യുന്നത്? പിശാച് പല വിധത്തിലുള്ള ആയുധങ്ങളും കെണികളും കുരുക്കുകളും ഒക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത് അറിയാറില്ല. ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചിലതിൻ്റെയൊക്കെ മുൻപിൽ നമ്മൾ നിസ്സഹായരായിട്ടിരിക്കും. അയ്യോ, എന്ത് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഈ മന്ത്രവാദം, കൂടോത്രം ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും? അവരിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ തൊടുത്ത് വിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾക്ക് അതിൽ നിന്നും രക്ഷ നേടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഉപവസിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്നാലൊക്കെയും നമ്മൾക്ക് ഈ മന്ത്രവാദം, കൂടോത്രം ഇതുപോലെയുള്ള ആ ഒരു ആഭിചാര ബന്ധനങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്കൊരു വിടുതൽ ലഭിക്കത്തുള്ളൂ. പലപ്പോഴും നമ്മൾ പഠിപ്പിച്ചു വെക്കുന്നത്, അതൊന്നും ഏക്കത്തില്ല എന്ന് പലരും പറഞ്ഞു വെക്കും. എന്നിട്ട് അവസാനം അതിൻ്റെ തിക്താനുഭവങ്ങളാണ് ജീവിതം മുഴുവൻ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പലപ്പോഴും മനസ്സിലാക്കുന്നത് വൈകിയായിരിക്കും. അപ്പോൾ ഇത് തുടക്കം തന്നെ, അല്ലെങ്കിൽ ഈ പൈശാചിക പദ്ധതികളെ തുടക്കം തന്നെ തകർത്ത് കളയുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ദോഷം ചെയ്യാതെ തന്നെ നമ്മൾക്കതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയും. ഓക്കെ, ഇതൊക്കെ ദൈവം നമ്മൾക്ക് വചനത്തിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് വായിച്ച് ശ്രദ്ധിച്ചതൊന്ന് ഏറ്റെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ശത്രു നമ്മൾക്കെതിരെ ഏത് ആയുധം പ്രയോഗിച്ചാലും അവനെ കൊണ്ട് തന്നെ അതിനെ തിരിച്ചെടുപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ശത്രു നമ്മളെ ഏത് പൂട്ടിട്ട് പൂട്ടുന്നോ അവനെ കൊണ്ട് തന്നെ ആ പൂട്ട അഴിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നമ്മളെ കെട്ടുന്ന ആ കെട്ട് ഏത് പിശാച് കെട്ടിയോ അവരെ കൊണ്ട് തന്നെ ആ കെട്ട് എന്ത് ചെയ്യും? ദൈവം അഴിപ്പിക്കും. അതാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത. അത് നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കാണുവാനായിട്ട് കഴിയും. ഇനി നമ്മൾ ഓർക്കുക, ഈ ആഭിചാരം, മന്ത്രവാദം, എതിർ പ്രാർത്ഥന ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾക്കെതിരെ കടന്നു വരുമ്പോൾ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്ത് വിടരുത്. അല്ലെങ്കിൽ നമ്മൾ അതിനെ തകർത്ത് കളയണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? ഇത് അങ്ങോട്ട് തിരിച്ചയക്കുന്ന ഒരു വചനമുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും, അയ്യോ, പുതിയ നിയമത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നും. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എല്ലാം ഇതൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ളത് നമ്മൾക്കുള്ളത് തന്നെയാണ്, ദൈവത്തിൻ്റെ മക്കൾക്കുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ പുത്രൻ വെളിപ്പെട്ടില്ല എന്നേ ഉള്ളൂ. പഴയ നിയമത്തിൽ പിതാവാം ദൈവമാണ് വെളിപ്പെട്ട് നിൽക്കുന്നത്. പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ്? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇതിന് സുവിശേഷങ്ങൾ, അതിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ യേശുക്രിസ്തുവാണ് വെളിപ്പെട്ട് നിൽക്കുന്നത്. എന്നാൽ നമ്മൾക്ക് ലേഖനങ്ങളിലോട്ട് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾക്കെതിരെ തൊടുത്തു വിടുന്നവർ എന്താണ്? അവർ സേഫ് സോണിൽ ഇരിക്കുമ്പോൾ എപ്പോഴും എന്താണ്? അവർ അത് വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഇത് അവർക്ക് തിരിച്ചതിൻ്റെ പ്രതിഫലനങ്ങൾ കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരൊന്ന് ഭയപ്പെടും. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, നല്ല തീവ്ര മന്ത്രവാദികളൊക്കെ അവർ പറയും, ഈ കൈകൊട്ടുന്ന ടീമുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ കൈകൊട്ടിപ്പാടുന്ന ടീമുകളുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും ഏക്കത്തില്ല എന്നുള്ള എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ഞാൻ വചനത്തിലേക്ക് വരാം. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം അതിങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്: നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ എത്ര പെരുകിയിരുന്നാലും, നിന്റെ ആഭിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അത് നിനക്ക് തന്നെ നിറവടിയായി ഭവിക്കാതിരിക്കുകയില്ല എന്നും ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. എന്ന് വെച്ചാൽ അത് ശത്രുവിനോടാണ് പറയുന്നത്. നീ ചെയ്തു വെക്കുന്ന ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും നിനക്ക് തന്നെ അത് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. കുറേ കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് അവർക്ക് തിരിച്ചു പോവുക തന്നെ ചെയ്യും. എന്നാൽ നമ്മൾക്ക് പണി കിട്ടിയിട്ടല്ല ഇത് അവർക്ക് തിരിച്ചു ചെല്ലേണ്ടത്, നമ്മൾക്ക് പണി കിട്ടാതെ തന്നെ ഇവർക്ക് അത് തിരിച്ചു ചെല്ലണം. ഇത് തിരിച്ചു ചെന്ന് കഴിഞ്ഞാലത്തെ കുഴപ്പം എന്താണെന്നറിയുമ്പോൾ പിന്നെ അവർ ആ പണിക്ക് നിൽക്കത്തില്ല. എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്കെതിരെ ഇവർ എന്തെങ്കിലും ഒന്ന് അയച്ചു വിടുമ്പോൾ അത് അവർക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ ആ പരിപാടി പിന്നെ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കെട്ടിയവനെയും കൊണ്ട് കെട്ടഴിപ്പിക്കുന്ന ദൈവം, അല്ലെങ്കിൽ നമ്മൾക്കെതിരെ ഏത് ആയുധം ശത്രു പ്രയോഗിക്കുന്നോ അതേ ആയുധം അവനെതിരെ തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവൻ അനങ്ങാതിരിക്കും. എന്ന് വെച്ചാൽ ആ പരിപാടി പിന്നെ അവൻ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുക, നമ്മൾ ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിധി ഇസ്രായേലിന് ഫലിക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഈ ശത്രുവിൻ്റെ പദ്ധതികളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, ഇങ്ങനെയുള്ള എതിർ പ്രാർത്ഥനകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തകർത്ത് കളയാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ ഈ പ്രാർത്ഥനയും കൂടെ നമ്മൾ ചെല്ലണം. ഏതാണ്? നമ്മുടെ യേശയ്യാപ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം: നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ എത്ര പെരുകിയിരുന്നാലും, നിന്റെ ആഭിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അത് നിനക്ക് തന്നെ നിറവടിയായി ഭവിക്കും
സംഭവിക്കാതിരിക്കുകയില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ ഈ വചനത്തെ ഞാൻ അവരിലേക്ക് അയക്കുന്നു. ഏത് വ്യക്തികൾ എനിക്ക് വിരോധമായി മന്ത്രവാദം കൂടോത്രം ചെയ്യിപ്പിക്കുന്നു, എതിർ പ്രാർത്ഥനകൾ നടത്തുന്നു, അവരിലേക്ക് തന്നെ തിരിച്ചു പോകത്തക്കവണ്ണം ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ ശക്തി അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവർ പിന്നെ അത് ചെയ്യരുത്, മറ്റുള്ള വ്യക്തികൾക്കും ആർക്കും അതവർ ചെയ്യരുത്. അതിനൊരു പാഠവും കൂടിയാണ്. കാരണം ഇത് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടൊന്നും പറയുന്നതല്ല, ഇത് ദൈവത്തിൻ്റെ വചനത്തിനകത്തുള്ളതാണ്. അപ്പോൾ ഈ വചനം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങ് പ്രാർത്ഥിച്ചോണം. അപ്പോൾ പിന്നെ അവർ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നിൽക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏത് കെട്ടി ശത്രു നമ്മൾക്കെതിരെ കെട്ടുന്നോ അവനെയും കൊണ്ട് തന്നെ ആ കെട്ടഴിപ്പിക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. അല്ലെങ്കിൽ ശത്രു ഏത് വിധത്തിൽ നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്നോ അവനെയും കൊണ്ട് തന്നെ അതിൻ്റെ മറുപണി ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.